السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. ഉസ്താദെ, നമ്മുടെ നാട്ടിൽ ബദ്ർ ശുഹദാക്കളുടെ മദ്ഹുകൾ പാടുകയും ബദ്ർ മൗലീദും മറ്റും സംഘടിപ്പിക്കാറും ചെയ്യാറുണ്ടല്ലോ. ഇങ്ങനെ ബദ്ർ അനുസ്മരണങ്ങൾ നടത്തുന്നതിനും അവരുടെ മദ്ഹ് പാടുന്നതിനും വല്ല അടിസ്ഥാനമുണ്ടോ? അതെ, തീർച്ചയായും അതിന് വ്യക്തമായ അടിസ്ഥാനമുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ശ്രദ്ധിക്കൂ. റുബയ്യ ബീവി പറയുന്നു, എൻ്റെ വിവാഹ ദിവസം നബിതങ്ങൾ വീട്ടിൽ വരികയും എൻ്റെ വിരിപ്പിലിരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ചെറിയ പെൺകുട്ടികൾ ദഫ് മുട്ടുകയും ബദർ യുദ്ധത്തിൽ ഷഹീദായ അവരുടെ പിതാക്കന്മാരുടെ മദ്ഹുകൾ പാടുകയും ചെയ്യുകയായിരുന്നു. അതിനിടയിൽ ഒരു പെൺകുട്ടി ബദ്രീങ്ങളുടെ മദ്ഹ് നിർത്തി, ഞങ്ങളിൽ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന നബിയുണ്ട് എന്ന് പാടാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങൾ പറഞ്ഞു, നിർത്തൂ, ആദ്യം പാടിക്കൊണ്ടിരുന്ന മദ്ഹുകൾ തന്നെ തുടരുക. അതായത് ബദർ ശുഹദാക്കളുടെ ഗുണഗണങ്ങൾ പാടുന്നത് നിർത്തേണ്ടതില്ലെന്നും അത് തുടരാനുമാണ് നബി തങ്ങൾ അവിടെ കൽപ്പിച്ചത്. ചുരുക്കത്തിൽ മുത്തുനബി തങ്ങൾ ബദ്രീങ്ങളുടെ മദ്ഹ് പാടാൻ വ്യക്തമായി കൽപ്പിച്ചിട്ടും അതിനെ പരസ്യമായി എതിർക്കുക വഴി വിദ്യത്തുകാർ പ്രവാചക ചര്യയെയാണ് നിരാകരിക്കുന്നത്.